മോർണിംഗ് എഴുന്നേറ്റ് നമ്മൾ എന്താ ചെയ്യുക കണ്ണ? പല്ല് തേക്ക്. കുറച്ചെടുക്കൂ, കുറച്ച്, വളരെ കുറച്ച്. മതി 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 മതി. മതിക്ക് ഈ നടുത്തേക്ക്. ഓക്കെ. അകത്ത് ഇപ്പുറത്ത്. അങ്ങനെ പല്ല് തേപ്പ് ഏകദേശം കഴിയാറായി. അപ്പോൾ നമ്മൾക്കിനി ഫുഡുമായിട്ടുള്ള യുദ്ധമാണ്. നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാമല്ലേ ഫസ്റ്റ്? വെള്ളം കുടിച്ചിട്ടാണ് എന്നാലേ ഫുഡ് ഇറങ്ങത്തുള്ളൂ. ഇതാ കുടിക്കുക. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരിക്കലും കുട്ടികൾക്ക് രാവിലെ പാല് കൊടുക്കരുത്. കൊടുത്താൽ പിന്നെ അത് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയം എടുക്കും. സോ ഫുഡ് കഴിക്കാൻ വൈകും, കുട്ടികളെ ഫുഡ് കഴിക്കാൻ മടിക്കും. അപ്പോൾ നമ്മളിന്ന് വാമയ്ക്ക് കൊടുക്കുന്നത് നല്ലൊരു ഗീ റോസ്റ്റാണ്. അപ്പോൾ അതേ ദോശ ഞാൻ റെഡിയാക്കുവാണ്. എപ്പോഴും വീഡിയോയിൽ കാണിക്കാറുണ്ട്, വാമയ്ക്ക് കൊടുക്കുന്നത് ഹോം മെയ്ഡ് ഗീ ആണ്. നമ്മൾ മേടിക്കുന്ന പാലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഗീ വെച്ചിട്ടാണ് എപ്പോഴും വാമയ്ക്ക് എന്ത് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യും. ഗീ വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ ഗീ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഗീ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി മസാല ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ആർക്കും ഉണ്ടാക്കുമ്പോൾ അധികം അങ്ങനെ എരിവ് ചേർക്കാറില്ല. അപ്പോൾ കുട്ടിക്കും കൂടെ നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇതേ മസാല ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാമിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മസാല ദോശയാണ്. വാമിക്ക് ഗീ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ആണെങ്കിൽ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ വാമിക്ക് ഗീ റോസ്റ്റിൽ നല്ലോണം നേടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഗീ റോസ്റ്റ് അല്ല, മസാല ദോശ, സോറി. വേറെ എവിടെ ഒന്നുമില്ലേ? കൊള്ളാം മാമി, കഴിക്കട്ടെ. അങ്ങനെ കുറച്ച് ഫുഡ് വാമി കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് ആരെങ്കിലുമൊക്കെ ഊട്ടണമല്ലോ. അപ്പോൾ അതേ അമ്മ ഇവിടെ വാമിയെ ഊട്ടുവാണ് രാവിലെ മസാല ദോശ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അമ്മ അവളെ കഴിപ്പിച്ചോളും. എന്താണ് തണ്ണിമത്ത ജ്യൂസായിട്ട് എടുത്ത് തണ്ണിമത്ത അല്ലാതെ? വാമി വാട്ടർമെലൺ ജ്യൂസാണ് ചോദിച്ചെങ്കിൽ ഞാൻ അവൾക്ക് ജ്യൂസ് ഒരിക്കലും അടിച്ചു കൊടുക്കത്തില്ല. ബിക്കോസ് ഫ്രൂട്ട്സ് ആ ഒരു ഫൈബർ റിച്ചോടുകൂടി കഴിക്കുമ്പോഴാണ് നമ്മുടെ ഡൈജഷനൊക്കെ കുട്ടികളുടെ ശരിയാവുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഫ്രൂട്ട്സിൽ ഓൾറെഡി ഷുഗർ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ നല്ലതല്ല. അതുകൊണ്ട് മെയിൻലി ഫ്രൂട്ട്സ് ആ ഒരു ഫൈബർ റിച്ചോടുകൂടി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, തരാം. അത് വീഴാനതാ. ഈ ഒരു ചൂട് ക്ലൈമറ്റിൽ കുട്ടികൾക്ക് ഹൈഡ്രേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ അവൾക്ക് വെള്ളം കൊടുക്കാൻ യൂസ് ചെയ്യുന്ന അവളുടെ ഫേവററ്റായ ലവ് ലാപ്പിൻ്റെ ഹാപ്പി ഹിപ്പോ സ്പൗട്ട് സിപ്പറാണ്. വളരെ നല്ലൊരു എർഗോണമിക് ഡിസൈനോടുകൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു 6 months പ്ലസ് മുതലുള്ള കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഡ്രിപ്പായിട്ടാണ് വെള്ളം വരുന്നത്. ഒരു ഡസ്റ്റ് പ്രൂഫ് കവറിങ് പോലെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ബൈഡ് റെസിസ്റ്റൻറ്റ് സ്പൗട്ടാണ്. ഇതൊരു ഹാർഡ് സ്പൗട്ടാണ്. പിന്നെ വെള്ളമൊന്നും ഇതിൽ നിന്ന് തൂവത്തില്ല. ഇതൊരു ആൻറ്റി സ്പിൽ സ്പൗട്ട് ബോട്ടിലാണ്. കണ്ടോ ഞാൻ എത്ര ഡ്രിപ്പ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാലും അത് തൂവത്തേയില്ല, വെള്ളം ഇങ്ങനെ പോകത്തില്ല. അപ്പോൾ ആൻറ്റി സ്പിൽ ബോട്ടിലാണ്. ഇതൊരു വളരെ നല്ലൊരു ബോട്ടിലാണ്.
300 ml കപ്പാസിറ്റിയോട് കൂടിയാണ് ഇത് വരുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. BPA ഫ്രീ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ തന്നെ തോട്ടത്തിലുള്ള ചീരയാണെന്ന് വാമിക്ക് ഉച്ചഭക്ഷണത്തിന് തോരനുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ചില നാട്ടിൽ തോരൻ എന്ന് പറയും, ചില നാട്ടിൽ ഉപ്പേരി എന്ന് പറയും. അപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് പറയുന്നത് തോരൻ എന്നാണ്. അപ്പം ഞാനത് പറിച്ചെടുക്കുവാണ്. സാധാരണ ഇപ്പോൾ മാർക്കറ്റിലേക്ക് കിട്ടുന്ന ചീരയൊക്കെ നല്ലോണം പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിത് കഴുകി കുഞ്ഞാന്ന് അരിഞ്ഞിട്ടുണ്ട്. നട്ട്സ് കഴിക്കാൻ തരട്ടെ? ഓക്കെ. നോക്കട്ടെ. അല്ല, എന്തൊക്കെയാണ് ഉള്ളത് പറഞ്ഞേ. എന്ത് സീഡ്സൊക്കെയാണ് ഉള്ളത് അതിനകത്ത്? എന്തൊക്കെയുണ്ട്? ആമണ്ട്സ് ഉണ്ട്, പിന്നെ പംകിൻ സീഡ് ഉണ്ട്, സൺഫ്ലവർ സീഡ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? കടലയുണ്ട്, പിന്നെ കാഷ്യൂനട്ട് ഉണ്ട്, പിന്നെ വാൽനട്ട് ഉണ്ട്. അമ്മ എടുത്തുതരാം. ഓക്കെ, വാൽനട്ട് ഉണ്ട്, കാണിച്ചു തരാം. അങ്ങനെ മാമിക്ക് ഞാൻ കുറച്ച് മിക്സഡ് നട്ട്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു ഹാൻഡ്ഫുള്ളാണ് ഞാൻ എടുക്കുന്നത്. കാരണം അധികം നട്ട്സ് ഡ്രൈ സീഡ്സ് അത് കൊടുക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ഇതൊരു മിക്സഡ് നട്ട്സാണ് കേട്ടോ. ഇതിൽ കാഷ്യൂ ഉണ്ട്, ആമണ്ട്സ് ഉണ്ട്, പംകിൻ ഉണ്ട്, സൺഫ്ലവർ സീഡ് ഉണ്ട്, അതുപോലെ വാൽനട്ട് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്. അങ്ങനെ വാമി കുളിച്ച് റെഡിയായി. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ, അത് ഉച്ച സമയത്ത് ഞാൻ വാമിക്ക് ഒരു പഴം കൊടുക്കുന്നുണ്ട്. ബനാന ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് പൊട്ടാഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ B6. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സോഴ്സാണ് ബനാന എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട്. ഇത് ചെങ്കതലാണ് കേട്ടോ ഞാനിപ്പോൾ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് കപ്പപ്പഴം എന്ന് പറയും. അതാണ് മെയിൻലി ഇതിൻ്റെ പേര്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ചോറ് റെഡിയായി. വാമി ആ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്ത്, ഇതിൽ ഫുള്ളും കാണുന്ന വാമിയുടെ ഡ്രസ് ചേഞ്ചിങ് ആയിരിക്കും. കാരണം കുട്ടികളാകുമ്പോൾ ഒരുപാട് ഡ്രസ്സസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ വാമിക്ക് ഇന്ന് ചോറിനോടുള്ളത് നത്തോലി മീനാണ്. നത്തോലി മീൻ ഹെൽത്തിന് വളരെ നല്ല ഒരു ഫിഷാണ്. റിച്ച് സോഴ്സ് ഓഫ് omega-3 ഫാറ്റി ആസിഡാണ്. അതുപോലെ തന്നെ വേറൊരു കണ്ടന്റ് സെലിനിയം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചീരയും മീനും ഒക്കെ വെച്ച് വാമി ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ മാമിയുടെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു. നമ്മൾ കൃത്യസമയത്തിന് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം. അവർ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കുറച്ച് കഴിഞ്ഞ് കൊടുക്കണം. പക്ഷേ എത്ര കഴിക്കണമെന്ന് അവർ ഡിസൈഡ് ചെയ്യട്ടെ അല്ലേ. കാരണം അവരുടെ വയറ് നിറയുന്നതെല്ലാം അവർക്കേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫുഡ് കൊടുക്കുക. പക്ഷേ എത്ര കഴിക്കണമെന്ന് കുഞ്ഞുങ്ങൾ ഡിസൈഡ് ചെയ്യട്ടെ അല്ലേ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ സ്നാക്ക് ടൈമിന് ഞാൻ മാമിക്ക് കൊടുക്കുന്നത് ഒരു ഓറഞ്ചാണ്. ബേക്കറി ഐറ്റമൊക്കെ കുട്ടിയെ കൊടുക്കത്തില്ലെന്ന് ചോദിച്ചാൽ എന്തായാലും ഞാൻ കൊടുക്കും. പക്ഷേ കണ്ടൻറ്റ് കുറച്ചേ കൊടുക്കത്തുള്ളൂ. ചെറിയ എമൗണ്ട് മാത്രമേ വാമിക്ക് കൊടുക്കാറുള്ളൂ. പിന്നെ കൂടുതലും ഇങ്ങനെ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണ് അവൾക്ക് കൊടുക്കാറ്. പിന്നെ ബിസ്ക്കറ്റൊക്കെ വാമി കഴിക്കുന്നത് കുറച്ച് കുറവാണ്. ബിസ്ക്കറ്റൊന്നും അങ്ങനെ കഴിക്കാറില്ല അവൾ. ഉടുപ്പുണ്ടോ? അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും മാമിക്ക് ഇതുപോലെ ചോറുണ്ടെങ്കിൽ ചോറ് അവൾക്ക് എന്താണ് താല്പര്യം അതാണ് കൊടുക്കാറ്. അപ്പോൾ മാമി ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു ഗീ റോസ്റ്റും അതുപോലെ നല്ല ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ
അതിലൊരു കാര്യം ഞാൻ മറന്നു. പിന്നെ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഒരു എഗ്ഗ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്ന് അത് കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് അത് അവൈലബിൾ അല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തായാലും എഗ്ഗ് ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളാണ് വാമിയുടെ ഡയറ്റിൽ. വാ കഴിയുന്നതെന്ന് എനിക്കറിയാം. ഗ്രീൻ പീസൊക്കെ പറക്കി തിന്നെ. ഗ്രീൻ പീസൊക്കെ കൊള്ളാമെന്ന് നോക്കി. ഇതേ തുടങ്ങിയത് ഗ്രീൻ പീസ് കൊള്ളാമെന്ന് നോക്കി. ഗ്രീൻ പീസ് പിറക്കി കഴിക്കും. അടുത്ത് കിടക്കുന്നതിന് മുന്നേ വാമിക്ക് ഒരു ഗ്ലാസ് മിൽക്ക് കൊടുക്കാറുണ്ട്. രാവിലെ ഞാൻ അവൾക്ക് മിൽക്ക് കൊടുക്കാറില്ല, കാരണം രാവിലെ കാട്ടിലും മിൽക്ക് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സമയം നൈറ്റാണ്. അപ്പോൾ നൈറ്റാണ് ഞാൻ വാമിക്ക് കൊടുക്കുന്നത്. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പല്ലൊക്കെ തേച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇതാണ് വാമിയുടെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഫുഡ് ഐറ്റംസ് ഇതുപോലെ ഒരുപോലെയല്ല, ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ആണ്. പക്ഷേ കൊടുക്കുന്ന ടൈമിങ്, ആ മിൽക്ക് കൊടുക്കുന്ന ടൈമിങ് എപ്പോഴും രാത്രിയാണ്. അതാണ് ഞാൻ പറയുന്നത്, രാവിലെ ഒരിക്കലും പാൽ കൊടുക്കരുത്, പിന്നെ കുട്ടികൾ ഫുഡ് കഴിക്കില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.